ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വളർച്ചയുടെ പിന്നിലെ ശക്തി അവരുടെ സംഘടിച്ച ശക്തരായി വോട്ട് ബാങ്കായി. നമ്മൾ സംഘടിച്ചില്ല, പരസ്പരം കലഹിക്കുക. കഴിവെങ്കിൽ വെള്ളാപ്പള്ളിക്കിട്ട് 2 വോട്ട് കൊടുക്കുക പത്രത്തെ. അതും കുലാംകുത്തികൾ എന്തെങ്കിലും പറഞ്ഞാൽ, എന്നെപ്പറ്റി പറഞ്ഞാൽ ഇവർ 4 കാളം കൊടുക്കും. അദ്ദേഹത്ത് സുകുമാരനാരെ പറ്റിയ കുഞ്ഞാലിക്കുട്ടിയെ പറഞ്ഞാൽ മിണ്ടത്തില്ല, കാണത്തില്ല. കാരണം എന്നെപ്പറ്റി പറഞ്ഞു കൊടുത്താൽ അതൊരു സുഖമാണ് വരും. കൊടുത്തോട്ടെ, ഇവർ ഒരുപാട് നാളായി സുഖം അനുഭവിക്കാൻ പറ്റും. ഇവർ എത്ര പറഞ്ഞാലും പപ്പം കണ്ടാലും കട്ടൻ കൂട്ടി പിടിച്ചാലും എൻ്റെ ഊത്ത് തന്നെയായിരിക്കും. എന്നെ ഈ കസേരയിൽ ഇരുത്തിയിരിക്കുന്ന സമുദായമുണ്ട്. ആ സമുദായത്തിന് അവർക്കപ്പെട്ടത് വാങ്ങുവാൻ ആരോടും ഒരു മടിയും ഇല്ലാതെ മുട്ടുമുടക്കാതെ നേരെ നിന്ന് ചോദിക്കുവാനുള്ള ആർജവം എനിക്കുണ്ട്. അതെൻ്റെ സമുദായം തന്നെ പിൻബലമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, എന്നെ എത്ര വിമർശിച്ചോട്ടെ ഇവരെല്ലാവരും. ഞാൻ വരുന്നതിന് മുമ്പ് SNDP യൂണിയൻ്റെയും യോഗത്തിൻ്റെയും കോളേജുകളെ സ്ഥിതി എന്തായിരുന്നു? ഇന്നിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഇത് കാണുന്നുള്ളവർ കാണണ്ടേ? എപ്പോഴും വിമർശിക്കുന്നത് കാരണം നിങ്ങൾ നോക്കും. നേതൃസ്ഥാനത്ത് വരാൻ ശ്രമിച്ചിട്ട് അവസരം നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ പുറന്തള്ളപ്പെട്ട നമ്മുടെ ചില കുലംകുത്തികൾ വന്നുകൊണ്ട് കേസ് സുപ്രീം കോടതി കിടക്കാൻ. നിങ്ങളോട് ഇവിടെ വെച്ച് പറയുന്നത് SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ രോമത്തിൽ ഏത് കൊലകൊമ്പം വന്നാലും തൊടാൻ സാധിക്കില്ല. ആ രീതിയിൽ അത് കൊണ്ടുപോകും. കാരണം ഇത് ഗുരു സ്ഥാപിച്ച അരക്കിട്ട് ഉറപ്പിച്ച് നടത്തിയൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ തകർക്കാൻ നടന്ന എല്ലാവരും തകർന്നതല്ലാതെ ഇന്ന് ആര് തകർത്തു? ഇതൊക്കെ മുമ്പ് വളരെ വന്ന് മുട്ടിയിട്ടില്ലേ? വളർക്കാനും തകർക്കാനും നോക്കിയിട്ട് പോലും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രയായി, കോൺഗ്രസ് എത്രയായി, ഇങ്ങനെ പല പാർട്ടി, കേരള കോൺഗ്രസ് എത്രയായി, ഇതെല്ലാം പല പാർട്ടിയും പല കഷണങ്ങളായി വിഭജിച്ച് പോയിട്ട് പോലും SNDP യോഗത്തിനെ വിഭജിക്കാനോ തകർക്കാനോ ഇവിടെയുള്ള ഒരു ശക്തികൾക്കും സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം ഗുരു അഷ്ടഗന്ധം പ്രതിഷ്ഠിച്ചതാണ്. പലരും കൊച്ചി യൂണിയൻ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയെല്ലാം ഉണ്ട്. എവിടെ കിടക്കും? കേൾക്കുന്നുണ്ട്. ഒറ്റ യൂണിയനിൽ നിന്നും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് പല മോഹഭംഗം വന്ന ആളുകൾ ഇത് തകർക്കാൻ വരുമ്പോൾ ഇതിനെ സംരക്ഷിക്കാനുള്ള പ്രാർത്ഥനയിലുള്ള പ്രവർത്തനം അനിവാര്യമാണ്. എന്നെ കൊണ്ടൊക്കുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, ചന്ദ്രമണ്ഡലത്തിൽ ഒരു ജീവികളുണ്ടെങ്കിൽ ഞാൻ അവിടെ നീതി പഠിച്ചില്ല. സമുദായത്തെ സംഘടിപ്പിക്കുക അതെൻ്റെ കടമയാണ്. ഇതൊക്കെ മുമ്പ് എന്നുള്ള എന്ത് ചെയ്യണമെന്ന് പറ. ഞാൻ എത്ര സ്കൂളുകൾ സ്ഥാപിച്ചു, എത്ര കോളേജുകൾ ബിൽഡിംഗ് തീർത്തു. ഇവിടെ തന്നെ നിങ്ങൾക്ക് തന്നെ എത്ര കോടി രൂപയാണ് നിങ്ങളുടെ ജില്ലയിൽ ഈ പറയുന്ന പാമ്പനാർ ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ട്. ആരുടെയും 5 പൈസ മേടിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഠിക്കുക, ഒന്നും തരണ്ട, അഡ്മിഷൻ ഫ്രീ ആണ്. പക്ഷെ അത് പ്രയോജനപ്പെടുത്താൻ ഈ പ്രദേശത്തെ പലരും തയ്യാറാകുന്നില്ല എങ്കിൽ അതിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, എനിക്ക് കൂടുതലൊന്നും പറഞ്ഞാൽ ആളുകളൊക്കെ ഒന്ന് വീശി. അപ്പം നിങ്ങൾ വീശി നിങ്ങൾ കുഴപ്പമില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇടുക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗം. ഈ സംഘടന ഇടുക്കിക്കാരെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ശൈലിയായിരിക്കും. കാരണം ഏത് പരിപാടി ഇടുക്കിക്കാരോട് പറഞ്ഞാൽ ചെയ്യും. ബിജു മാധവനോട് ബാങ്ക് സ്ഥാപിക്കണമെന്ന്, ബാങ്ക് സ്ഥാപിച്ചില്ലേ? കെട്ടിടം മാറ്റി അതെല്ലാം സ്ഥാപിച്ചില്ലേ? ഷോപ്പിംഗ് സെൻറ്റർ പണിതില്ലേ? പറഞ്ഞതെല്ലാം കേൾക്കും. ആ പറയുന്ന കേൾക്കുന്നുണ്ട്. അവരെവിടെ എത്തി സാമ്പത്തികമായിട്ട്? പണ്ട് അടിപൊളിയല്ല. പണ്ട് കുറേ ആളുകൾ, പഴയ ആളുകളുണ്ടായിരുന്നു. ഇവരൊക്കെ ചെറുപ്പക്കാരൊക്കെ ഏറ്റെടുത്ത് അവർ നശിപ്പിക്കുന്നു. പഴയ ആളുകൾ ഞങ്ങൾ കൊണ്ടുപോകാം. ഞാൻ പറയും, പഴയ ആളുകൾക്കെല്ലാം വേണ്ടി ഞാനുണ്ട്. ഇതിനകത്ത് കൂടുതൽ ചെറുപ്പക്കാരൊക്കെ ഏറ്റെടുന്നപ്പോൾ നമ്മുടെ പച്ചടി ശാഖ, അതിൻ്റെ യൂണിയൻ ഓഫീസ്, റോഡ് സൈഡ് എത്രയോ മനോഹരമായി നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കൂട്ടായ്മയാണ്. നമ്മുടെ കൂട്ടായ്മയെ തകർക്കാൻ പല രൂപത്തിലും ഭാവത്തിലും ഇവിടെ പലരും വരും. ഇതെല്ലാം നാം തിരിച്ചറിയാം. നമ്മളവിടുത്തെ ഗുരു നമ്മളെ പറഞ്ഞത് കുമാരനാച്ചാൻ
ഡോക്ടർ പട്പു തന്നെ പറഞ്ഞ എന്താണ്? ജാതിയുടെ പേരിൽ നീതി നിഷേധിക്കപ്പെട്ട സമുദായമാണെന്നാണ്. അതുകൊണ്ട് ജാതിയുടെ പേരിൽ തന്നെ സംഘടന ഉണ്ടാകണം. ഈഴവത്തി മറ്റേ ഈഴവനാണെന്ന് പറയാനുള്ള ബോധം ഓരോ ഈഴവനിലുണ്ടാകണം. നമ്മൾ ആട്ടി ഓടിച്ചല്ലേ രാജാവ്. ഡോക്ടർ പട്പുവിനൂടെ ജോലി കൊടുത്തോ? കർണാടകത്തിലല്ലേ പോയത്? അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ദുഃഖമല്ലേ മിസ്റ്റർ SNDP യോഗം ഉണ്ടാകാനുള്ള പ്രേരകശക്തിയായത്? ആ ഈഴവനായ എന്നെ, ഈഴവൻ്റെ പേരിൽ നീതി നഷ്ടപ്പെട്ട എനിക്ക്, എൻ്റെ സമുദായത്തിന് ഒരു സംഘടന ഉണ്ടായി. എനിക്ക് എൻ്റെ സമുദായത്തിന് നഷ്ടപ്പെട്ട പ്രതാപങ്ങളും അവകാശങ്ങളും പിടിച്ചു പറ്റണമെന്നുള്ള വിചാരത്തോടെ തിരിച്ച് കേരളത്തിൽ വന്നിട്ട്, തിരുവിതാംകൂർ വന്നിട്ട് നേരാമൊഴി കാട്ടിൽ നമ്മുടെ ഗുരുവിനെ കണ്ട് ചർച്ച ചെയ്ത് ഗുരുവിൻ്റെ സമ്മതത്തോടുകൂടി സ്ഥാപിച്ചാണ് C. നാരായണ ധമ്മ പരിപാലനയോ പറയും നമ്മൾ ജാതി പറഞ്ഞത്. അത് സ്ഥാപിച്ച അതിൻ്റെ ലക്ഷ്യങ്ങളിൽ വകുപ്പ് 3B പറഞ്ഞിട്ടുണ്ട്. ഈഴവൻ്റെ വിദ്യാഭ്യാസം, ആരാധന, വ്യവസായം ഉൾപ്പെടെയുള്ളത് അരിപ്പുറത്തും ആവശ്യമുണ്ടെങ്കിൽ മറ്റ് പ്രദേശങ്ങളിൽ സ്ഥാപിച്ച് നടത്താനുള്ള അവകാശം രാജാവിന് വേണ്ടി ദിവാനായ ഞാൻ ഇന്നേ ദിവസം ഒപ്പിട്ട് തന്നിരിക്കുന്ന ലൈസൻസാണ് രാമരായർ. നമ്മൾ യൂണിയൻ ഓഫീസിൽ ചെന്നാൽ ഭരണം കിട്ടും, അതൊക്കെ കാണാം.